വെൽക്കം ഓൾ ടു ദ എപ്പിസോഡ് ഓഫ് ഹൗ ഡ്രോയിങ് തോട്ട് മീ കോൺഫിഡൻസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ഡ്രോയിങ് വരച്ച് അത് നല്ലതല്ല എന്ന് തോന്നി ഉടനെ തന്നെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാനത് ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുകയാണ്. കാരണം ആ ഫിയറിനെ ഓവർകം ചെയ്യാൻ ഞാൻ പഠിച്ചു. ഞാൻ ആദ്യം വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഡ്രോയിങ്സ് ആരും കാണരുതെന്ന് ആഗ്രഹിച്ചിരുന്നു. ഓൺലൈനിൽ ടാലൻറ്റഡ് ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ എൻ്റെ മനസ്സ് പറയും, നിൻ്റെ ആർട്ട് വർത്ത്ലെസ് ആണ്, നീ ട്രൈ ചെയ്യേണ്ട കാര്യമില്ല. ആ നെഗറ്റീവ് വോയിസ് എന്നെ വളരെ നാൾ തടഞ്ഞു. ഞാൻ വരച്ചതെല്ലാം ഒളിപ്പിച്ചു വെച്ചു, ആരോടും കാണിച്ചില്ല. അത് എന്നെ ഹാപ്പി ആക്കിയില്ല, മറിച്ച് കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആക്കി. ഒരു ദിവസം ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തു. വേൾഡിലെ ഏറ്റവും നല്ല ആർട്ടിസ്റ്റൊക്കെ ഒരു കാലത്ത് ബിഗിനേഴ്സ് ആയിരുന്നു. അവരും മെസ്സി ലൈൻസ് വരച്ചിട്ടുണ്ട്, അവരും ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷേ അവർ സ്റ്റോപ്പ് ചെയ്തില്ല. ആത്മവിശ്വാസം എന്നത് ഒരു ഗിഫ്റ്റല്ല, അത് പ്രാക്ടീസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന ഒന്നാണ്. ഓരോ തവണ നീ വരയ്ക്കുമ്പോഴും ഓരോ തവണ നീ ഷെയർ ചെയ്യുമ്പോഴും നിന്റെ കോൺഫിഡൻസ് കൂടുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് തീരുമാനിച്ചു, പെർഫെക്റ്റ് ആകുന്നത് വരെ കാത്തിരിക്കില്ല. കാരണം പെർഫെക്റ്റ് എന്നൊരു സ്റ്റേജ് ഇല്ല, എപ്പോഴും ഇംപ്രൂവ് ചെയ്യാനുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മെസ്സി ആയാലും ശരി, ഇംപെർഫെക്റ്റ് ആയാലും ശരി, ഇത് എൻ്റെ ജേണിയാണ്. ഞാനിത് ഓൺ ചെയ്യുന്നു. ഈ ഡ്രോയിങ് ഞാനിപ്പോൾ വരയ്ക്കുകയാണ്. ഇത് പെർഫെക്റ്റ് അല്ല, പക്ഷേ ഇത് റിയലാണ്. ഭയമുണ്ടായിട്ടും ഞാൻ തുടങ്ങുകയാണ്. കാരണം വളരാൻ അതേ വഴിയുള്ളൂ.